സർക്കാർ ജീവനക്കാരുടെ DA വർദ്ധിപ്പിച്ച് ഉത്തരവിറങ്ങി. 22% നിന്നും 25%ആക്കിയാണ് DA ഉയർത്തിയത്. അമൽ തേനമ്പറമ്പിൽ വിവരങ്ങളുമായിട്ട്. അമൽ, ബജറ്റിലെ പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ജീവനക്കാരെ സംബന്ധിച്ച് സന്തോഷകരമായ കാര്യമാണ്. എങ്ങനെയാണ് ഈ തീരുമാനങ്ങൾ? വിഷയവും സർക്കാർ ജീവനക്കാർക്കിടയിൽ സർക്കാരിനെതിരെയുള്ള ഒരു വികാരമുണ്ടാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സർക്കാരിന് തന്നെ ബോധ്യപ്പെട്ടിട്ടുള്ളത്. തദ്ദേശ തിരഞ്ഞെടുപ്പിലടക്കം ഈ വിഷയം പ്രതിഫലിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ബജറ്റിൽ ഈ പറയുന്ന ജീവനക്കാർക്ക് എതിരെ ഈ DA കുടിശ്ശികയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സർക്കാർ സ്വീകരിച്ച നിലപാട് വലിയ തോതിൽ വിമർശനത്തിന് വിധേയമാകുകയും ചെയ്തിരുന്നു. എന്തായാലും ഇപ്പോൾ 22% ഉണ്ടായിരുന്ന DA 25%ആക്കി വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണ്. ഈ വർദ്ധിപ്പിച്ച തുക ഫെബ്രുവരിയിൽ ഇതിൻ്റെ ആദ്യ ഗഡു ലഭിക്കും എന്നുള്ള കാര്യം പറയുന്നു. അതോടൊപ്പം മാർച്ചിൽ ആദ്യ ഗഡു ലഭിക്കും എന്നുള്ളത് പറയുന്നു. പിന്നീടുള്ള കുടിശ്ശികയും വേഗത്തിൽ തന്നെ കൊടുത്തു തീർക്കാനുള്ള ഒരു തീരുമാനമാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ധനവകുപ്പിൻ്റെ ഉത്തരവ് ഇറങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഈ DA കുടിശ്ശിക ജീവനക്കാരുടെ അവകാശമല്ല എന്ന് സർക്കാർ കോടതിയിൽ പറഞ്ഞത് ജീവനക്കാരുടെ ഇടയിൽ വലിയ തോതിലുള്ള രോക്ഷത്തിനാണ് കാരണമാക്കിയിരുന്നത്. അതിനുശേഷം പിന്നീട് ബജറ്റിൽ നിലപാട് മയപ്പെടുത്തുന്നതാണ് കണ്ടത്. എല്ലാം തുറന്നു സമ്മതിക്കുന്ന ധനമന്ത്രിയാണ് കണ്ടത്. DA കുടിശ്ശികയായിട്ടുണ്ട്, വേഗത്തിൽ അത് കൊടുത്തു തീർക്കാനുള്ള നടപടി ഉണ്ടാകും. വിവരങ്ങൾ നൽകിയത്. DA യുമായി ബന്ധപ്പെട്ട ഉത്തരവിറങ്ങിയിരിക്കുന്നു.